ഉണ്ട്, ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ ഒരു ബയോഗ്രഫി ചെയ്യാനായിട്ടുള്ള സമയമായില്ലേ? അങ്ങനെ സമയമായില്ലേ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ കാലം മുമ്പ് എൻ്റെ ആത്മകഥ 2 പേര് ഒരുമിച്ച് പ്രസിദ്ധീകരിച്ചു. അതൊക്കെ വളരെ അങ്ങനെയൊക്കെ ഒരാൾക്ക് 2 ആത്മകഥ ഉണ്ടാകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഐറണി, അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരുപാട് പേര് പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ പുസ്തകങ്ങൾ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ബേസിക്കായിട്ട് ഇപ്പോൾ എന്നെക്കുറിച്ചൊരു സ്റ്റഡിയെക്കാട്ടിലും ഒരു മലയാള സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെക്കുറിച്ചൊന്നും ഒരു പ്രോപ്പറായിട്ടൊരു ബയോഗ്രഫി ഒന്നുമില്ല, ഒരു സ്റ്റഡിയൊന്നും നടന്നിട്ടില്ല. സിനിമ ആൾക്കാർ പോയി കാണുന്നു ഇത് എന്നല്ലാതെ ഇതിൻ്റെ ബേസിക്കായിട്ട് സിനിമ അല്ലെങ്കിൽ അതിലൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ആ സിനിമ എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റഡി വേണ്ടതാണ്. വളരെ അടുത്ത കാലത്തായിട്ട് കുറച്ച് പേര് കുറേ പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ട്. ലാലേട്ടനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ലാലേട്ടൻ ഇപ്പം ജീവിതത്തിലും തമാശയ്ക്കും കുസൃതികൾക്കും ഒക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളാണ്. ലാലേട്ടൻ അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ അതും ജനങ്ങൾ നെഞ്ചേറ്റിരുന്നു. ഇപ്പം മോഹൻലാൽ പ്രിയദർശൻ്റെയും മോഹൻലാൽ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ്റെയും ഇത്തരം സിനിമകളൊക്കെ വളരെ ഹിറ്റായിട്ടുണ്ട്. ലാലേട്ടൻ്റെ നിഷ്കളങ്കമായ തമാശകൾ കണ്ട് ജനങ്ങൾ നെഞ്ചേറ്റിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായിട്ട് അത്തരം സിനിമകൾ വളരെ കുറയുകയും സൂപ്പർ ഹീറോ പവറുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഭ്രമരം പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പറയുവാൻ ലാലേട്ടൻ കൂടുതൽ ശ്രമിക്കുന്നു. അത് ബോധപൂർവം ചെയ്യുന്നതാണോ അതോ? അല്ല, ബോധപൂർവ്വം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അത്തരം സിനിമകൾ കാണണമെങ്കിൽ അത് ഒരു പ്രാവശ്യം കൂടെ കാണുക എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു തമാശ സിനിമ ഇപ്പം ഞാനും പ്രിയദർശനം എടുത്താൽ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ വേറൊരു തരത്തിലെ ഹ്യൂമറിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഹലോ എന്നൊരു സിനിമ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി, കാര്യം അത് പഴയകാല സിനിമകളെ ഓർമ്മിപ്പിക്കുന്നുള്ള. ഭ്രമരം എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായുള്ള സിനിമയാണ് അല്ലേ. ഭ്രമരമായാലും ഇപ്പോൾ പിന്നെ പരദേശി എന്ന് പറയുന്ന ചിത്രമായാലും ഇപ്പോൾ ശാഖരയിലെ, അപ്പോൾ ഓരോ തരത്തിലുള്ള ചിത്രങ്ങളാണ്. നമുക്ക് വർഷങ്ങൾ കഴിയുന്തോറും എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നല്ലേ. നമ്മൾ ഇടുന്ന ഷർട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഫോണോ കാര്യങ്ങളോ ഒക്കെ മാറുന്നതിൻ്റെ മാറ്റം സിനിമയിലും ഉണ്ടാകും. പിന്നെ തമാശ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നൊരു കാര്യമല്ല. അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ മോശമായി മാറും. അപ്പോൾ പ്രിയദർശൻ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് എന്നൊക്കെ പറയുന്നവർ അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞ് ബാക്കി തമാശ സിനിമ എടുക്കുന്ന ആൾക്കാർ മോശം എന്നല്ല ഞാൻ പറയുന്നത്. എന്നെ വെച്ച് സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രീനിവാസനെ വെച്ച് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. കാര്യം ഒരുപാട് അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾ കണ്ടതുകൊണ്ട് അതിനെക്കാട്ടിലൊക്കെ മുകളിൽ ഒരു സിനിമയാകണം. ഒരുപക്ഷെ ഉദയനാണ് താരം എന്നൊക്കെ പറയുന്ന ചിത്രം കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് ഹ്യൂമറാണ്. അത് സാധാരണ ഞാൻ പ്രിയൻ്റെയൊക്കെ വളരെ എന്താ പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഹ്യൂമറുള്ള സിനിമകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു പക്ഷേ ഞാനും പ്രിയദർശൻ കൊണ്ട് വളരെ അടുത്ത് തന്നെ ഒരു വളരെ തമാശ സിനിമ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിനിമകൾ സംഭവിക്കുകയാണ്. പിന്നെ പ്രിയദർശൻ എന്ന് പറയുന്ന ആൾ വളരെയധികം തിരക്കിലേക്ക് പോയി. സത്യനന്ദിക്കാടും വീണ്ടും കുടുംബ പ്രേക്ഷകരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തമാശ അത്തരം സിനിമകൾ വളരെ സറ്റയറായിരുന്നു. തമാശ സിനിമയായിട്ടല്ല എന്നെ പറയേണ്ടത് അല്ലേ. അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള വേറെ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കുറവാണ്, ഡയറക്ടേഴ്സ് കുറവാണ്. അത്തരം സിനിമകളിൽ ഒന്നായ നാടോടിക്കാട്ടിന് ഒരു 4ാം ഭാഗം എന്നൊരു അനൗൺസ്മെൻറ്റ് അടുത്ത കാലത്ത് കേട്ടിരുന്നു. അതുണ്ട്, പക്ഷേ അത് ചെയ്യാൻ വളരെ പ്രയാസമാണ് അല്ലേ. അത് 3 നാടോടിക്കാറ്റുകളും നിങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെക്കാട്ടിലൊക്കെ മുകളിലൊരു സ്ക്രിപ്റ്റിംഗ് ആണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അല്ലെങ്കിൽ ശ്രീനിവാസനാണ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അത്തരം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആദ്യം ഭയപ്പെടും. കാര്യം പിന്നെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും അത്തരത്തിലൊരു ശ്രമം പുറകിൽ നടക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ഫീൽഡിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫീൽഡിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ബ്യൂട്ടി പാജൻസ് അല്ലെങ്കിൽ സൗന്ദര്യ മത്സരങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ താങ്കൾ? എപ്പോഴും ബ്യൂട്ടിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ ഞാൻ. അപ്പം അതിനൊരു മത്സരമില്ല. സൗന്ദര്യത്തിന് ശരിക്കും മത്സരമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം ഇതൊരു നിങ്ങളുടെ ബേസിക് ഈ സൗന്ദര്യ മത്സരം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. അവരുടെ ഒരുപാട് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റൈല് ഡ്രസ്സ് അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ കാണാറുണ്ട്. ടെലിവിഷൻ എന്ന് പറയുന്ന ഇതുള്ളതുകൊണ്ട് കാണാറുണ്ട്. തീർച്ചയായിട്ടും അതിന് ഇതാർക്ക് കിട്ടുന്നുള്ള ധാരണയുണ്ടാവും. ചിലപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ മറ്റേ ആൾക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് മനസ്സിൽ തോന്നാറുണ്ട്. അപ്പോൾ എപ്പോഴും അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളാണ് ഞാൻ. ഇത് ഫോളോ ചെയ്യാന്ന് ഇപ്പോൾ നിങ്ങളുടെ മത്സരം എന്ന് പറയുന്ന സമയത്ത് പ്രിയദർശനൊക്കെ അല്ലായിരുന്നു അതിൻ്റെ. അപ്പം അയാൾ എന്നെ വിളിച്ചു. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു, അപ്പുറത്തായിരുന്നു. എന്തായാലും അത്തരത്തിൽ കിട്ടിയതിന് ആദ്യമായി എൻ്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ. ഇതുപോലത്തെ മിസ് വേൾഡ് അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സ്, മിസ് കേരള മത്സരത്തിനെ കുറിച്ച് പൊതുവെ വിമർശനങ്ങൾ വളരെയധികം. അതായത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മിസ് ഇന്ത്യയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മിസ് വേൾഡിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മിസ് യൂണിവേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സകല കലാ അല്ലല്ല, അതുകൊണ്ടല്ല. അപ്പോൾ അത്ര 3 പേരുടെ കൂടെ അഭിനയിച്ച ഒരാളാണ് ഞാൻ.
ഇതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. ഇങ്ങനെ കുറേ വിമർശനങ്ങൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഇത് ഡിബേറ്റ് എന്ന് പറയുന്ന എല്ലാത്തിനെ കുറിച്ച് അല്ലേ. ഇപ്പോൾ ഈ പൂ ഇങ്ങനെയാണോ വെക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇങ്ങനല്ല എന്ന് പറയേണ്ട ആൾക്കാരുണ്ടാവും അല്ലേ. your take on it? Do you ഇതെന്തുകൊണ്ടാണ് ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നത്? എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഞാൻ ഐ എം എ പെർഫോമർ. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ മാസിന് വേണ്ടിയിട്ടാണ് സിനിമ. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ 1000 പേരുണ്ടെങ്കിൽ 900 പേർക്കും സിനിമ ഇഷ്ടമാകണമെന്നാണ്. 100 പേര് എന്നെക്കുറിച്ച് എന്ത് പറയണം എന്നുള്ളത് ഞാൻ കൺസേൺഡ് അല്ല. 100 പേർക്ക് മാത്രമായ ഇഷ്ടം ഉണ്ടാകുന്ന സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവരിപ്പോൾ ആ സിനിമ കണ്ടോട്ടെ. പക്ഷേ ഞാൻ 900 പേരുടെ കൂടെയാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാണെന്നാണ്. ഇപ്രാവശ്യം ആർക്കാണ് കേട്ടത്? വെനസ് അല്ലേ? ആരാണ്? മിസ് വേൾഡ്. കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഇന്ത്യയിലുള്ള ഒരാൾക്ക് കിട്ടട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഇവരിൽ ആരെങ്കിലും ആയിക്കോട്ടെ അല്ലേ. ഞങ്ങളാരും അഭിനയ രംഗത്ത് വരാത്ത ആൾക്കാരാണ്. അപ്പോൾ അഭിനയ രംഗത്ത് കടന്നു വരികയാണെങ്കിൽ ഒരു അഭിനേതാവ്, ഒരു എക്സ്പീരിയൻസ്ഡ് അഭിനേതാവ് എന്ന നിലയിൽ ലാലേട്ടന് ഞങ്ങളോട് നൽകേണ്ട ഉപദേശം എന്താണ്? അഭിനയത്തെക്കുറിച്ചോ? അഭിനയത്തെക്കുറിച്ച്, അഭിനയ രംഗവും. അഭിനയ രംഗം എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫീൽഡ് അല്ലേ. ഈ അഭിനയം എന്ന് പറഞ്ഞാൽ എനി പെർഫോമൻസ് എന്നുള്ളതാണ്. എല്ലാം പെർഫോമർ എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നതും ഒരു പെർഫോമൻസാണ് അല്ലേ. നിങ്ങൾ എന്നോട് കാര്യം ചോദിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യം പെർഫോമൻസാണ് അല്ലേ. നിങ്ങൾ വന്നു, നിന്നു, നടന്നു, നോക്കി, അതിലൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും സ്വാഗതം. കാര്യം മലയാളത്തിലൊക്കെ ഈ നടന്മാർ വളരെ കുറവാണ്. പിന്നെ അഭിനയം എങ്ങനെ അഭിനയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു കമൻ്റ് ഉണ്ട്, ഒരു റൈറ്റർ പറഞ്ഞാണ്. അതായത് 3 സീക്രട്ടാണ് അഭിനയത്തിന്. നിർഭാഗ്യവശാൽ ആ 3 സീക്രട്ടും ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാര്യം അത് നിങ്ങൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് മോർ ദാൻ ആക്ടിങ്, ഇറ്റ് ഈസ് റിയാക്ടിങ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം, ഒരു കാറ്റ് വാക്ക് അല്ലെങ്കിൽ നടന്ന മറ്റേ അവർക്കൊരു ദിസ് ഈസ് ഒരു മേക്ക് ബിലീഫാണ്. സോ അത് നമ്മൾ തന്നെ അതിന് ഒരുപാട് സിനിമകൾ കാണണം, ഒരുപാട് വായിക്കണം, ഒരുപാട് ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകണം, ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകണം. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീൽഡ്. വെൽക്കം, വരൂ. നല്ല ഇത്രയും ഇവരൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ വളരെ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നിങ്ങളെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണട്ടെ. തീർച്ചയായിട്ടും സ്വാഗതമാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. സാധാരണ നായകന്മാർ ഒരു തൊഴിലായിട്ട് സിനിമയെ കാണുമ്പോൾ നായകന്മാർ ഒരു ടൈം പാസ്സായിട്ട്, ഒരു പ്രൊഫഷനായിട്ട് കാണാതെ ടൈം പാസ്സായിട്ട് കാണുന്നതുകൊണ്ടല്ലേ കല്യാണം കഴിക്കുമ്പോൾ സിനിമയിൽ നിന്ന് മാറിപ്പോകുന്നതും. അല്ലെങ്കിൽ അതല്ല, സിനിമയെ ഒരു തൊഴിലായി കാണുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷം അത് കൊണ്ടുപോകാമെന്നല്ലേ. ഡിപ്പെൻസ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു കാഴ്ചപ്പാടല്ലേ. അവരെ മാത്രം അങ്ങനെ മാറ്റി പറയാൻ പാടില്ല. എത്രയോ പേര് അഭിനയിക്കുന്നത്. പിന്നെ പൊതുവേ ലൈഫ് സ്പാൻ കുറവെന്നാണ് പറയുന്നത് അല്ലേ. അതിപ്പോൾ പണ്ട് പോലെ ഉള്ള കാലത്ത് അങ്ങനെയാണ്. അതിപ്പോൾ എല്ലാ പെർഫോമൻസിലും അങ്ങനെ ആയിരിക്കാം. തീർച്ചയായിട്ടും അതിനെ നല്ല രീതിയിൽ കാണി. പിന്നെ അവർക്ക് അവരുടെ ഒരു ജീവിതത്തിൽ കാഴ്ചപ്പാടില്ല. അവർ കുറേ നാൾ അഭിനയിക്കും, അവർക്ക് കല്യാണം കഴിക്കണം, അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകണമെന്നൊക്കെ, ഫാമിലി ആവണമെന്നൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ. ഞാൻ നിങ്ങളുടെ കൂടെയാണ് അല്ലേ. ലാലേട്ട, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ലാലേട്ടൻ ഒരുപാട് നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ മലയാളത്തിൽ. അപ്പോൾ ലാലേട്ടൻ്റെ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നായികയുടെ കൂടെ എനിക്ക് ഇനിയും അഭിനയിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഓൺ സ്ക്രീൻ ഇസ് അമേസിങ്, ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഒരു കപ്പിളായിട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? ആരെങ്കിലും ഒരു നടിയുണ്ടോ അങ്ങനെ ലാലേട്ടൻ്റെ ഇഷ്ടം? എത്രയോ പേരുടെ കൂടെ മിക്ക നായികമാരുടെ കൂടെ രണ്ടാമത് അഭിനയിച്ച ആളാണ് ഞാൻ. അങ്ങനെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്നെ ഇപ്പം ഞാൻ ഒരു ഷോയ്ക്ക് പോകണം. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ച കുട്ടിയാണ്. അതിൽ 53 സിനിമ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ശോഭന എന്ന് പറയുന്ന കുട്ടി, ഉർവശി, കാർത്തിക, എല്ലാ ആൾക്കാരുമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അതായത് പറഞ്ഞാൽ മലയാള സിനിമയിലെ ആൾക്കാർ കുറവാണ് അങ്ങനെ അഭിനയിക്കാൻ. എന്നാലും 5 പ്രാവശ്യം അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കാരില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ കടന്നു വരും എന്ന് പറയുന്നത്. എൻ്റെ ഹീറോയിനായിട്ടൊക്കെ അല്ല, വേറെ നല്ല മിടുക്കന്മാരായ പിള്ളേരുടെ ഹീറോയിനായിട്ട് നിങ്ങൾക്ക് അഭിനയിക്കാം. അവരുടെ ആഗ്രഹം അതാണ്, ഹീറോയിനായിട്ട് വരിക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അങ്ങനെ അഭിനയിക്കാന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടാവും. ഈ ഒരു സിനിമ പോലെയല്ല, ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് മറന്നു പോവുകയാണ്. ഞാൻ വീണ്ടും അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് വേറെ കഥാപാത്രമാണ്, വേറെ ആൾക്കാരാണ്, വേറെ സ്ഥലമാണ്, വേറെ സ്വഭാവമാണ്, വേറെ നായികയാണ്, വേറെ പ്രണയമാണ്, അല്ലെങ്കിൽ വേറെ എല്ലാം വേറെ വേറെ ആയിട്ട് മാറുന്നു. അപ്പോൾ രണ്ടാമത് ഇവരുടെ കൂടെ തന്നെ അഭിനയിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇയാൾക്ക് അങ്ങനെ രണ്ടാമത് ഇവരുടെ കൂടെ അഭിനയിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാകും. എല്ലാ സുന്ദരിമാരുടെ കൂടെയും രണ്ടാമത് അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സിമ്പിൾ. ലാലേട്ടൻ അന്യഭാഷ നായികമാരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐശ്വര്യ റായ്, അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മളൊക്കെ സ്വപ്നം കാണുന്നൊരു സൗന്ദര്യമാണ് അതൊക്കെ. അപ്പോൾ അന്യഭാഷാ നായികമാരോടൊപ്പം ആക്ട് ചെയ്യുന്നതാണോ അല്ലെ നമ്മളിപ്പോഴുള്ള മലയാള നായികമാരുടെ കൂടെ അഭിനയിക്കുന്നതാണോ ലാലേട്ടന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? അങ്ങനെയല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഭാഷ എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് അഭിനയത്തിന്, അല്ലേ? നമ്മുടെ കമാൻഡ് ഓവർ ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ അത് മുഴുവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് അവരേറ്റവും നന്നായിട്ട് ചെയ്യും. ഇവിടെയുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഒരു പ്രൊഫഷണലിസം അവർക്കാണ് കൂടുതൽ, അല്ലേ? അവർക്ക് മേക്കപ്പ് ചെയ്യുന്നതിൽ, അവരല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നതിൽ, അവരല്ലെങ്കിൽ അവരെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അല്ലേ? ഞാൻ ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ അവർ ഡ്രസ്സ് ചെയ്തിട്ട് പ്രസൻറ്റബിളായിട്ട് എന്നൊക്കെ പറയുന്നത് അത്തരം ആൾക്കാരാണ് കൂടുതൽ. നമ്മുടെ നായികമാർക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ടു പ്രസൻറ്റ് മൈ സെൽഫ് എന്ന് പറയുന്ന ഒരു കൂടുതലുള്ള അവരായിട്ടാണ്. അതുകൊണ്ട് അവരുമായിട്ട് അഭിനയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും. പിന്നെ വെൻ ഇറ്റ് കംസ് ടു എ സിനിമ, നായിക എന്ന് പറയുന്നത് കഥാപാത്രമായിട്ട് മാറി, അല്ലേ? അപ്പോൾ അങ്ങനത്തെ രംഗത്തിൽ ഇപ്പോൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ മുകളിൽ നമുക്കൊരു കമാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഭിനയത്തിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ആൾക്കാരാണോ ഇവിടെയുള്ള ആൾക്കാരാണോ എന്ന് പറയുന്നില്ല. ഇതാണ് തീർച്ചയായിട്ടും ചില ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഞാൻ അഭിനയിച്ചിട്ടില്ലേ. ഇപ്പോൾ ഐശ്വര്യ റായ് എന്ന് പറയുന്നത് അവർക്ക് മിസ് വേൾഡ് കിട്ടിയ സമയത്ത് ആണ് അഭിനയിച്ചത്. ആ സിനിമ അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാസാണ് ഇരുവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അവർ വീണ്ടും തമിഴ് സിനിമയിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ അവർ അഭിനയിക്കേണ്ട കാര്യമില്ല, അവർ വരാൻ സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ റെമ്യൂണറേഷൻ, ഇപ്പോൾ ആ സമയം, അത്രയും സമയം കൊണ്ട് അവർ അവിടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ഭയങ്കര എക്സ്പോഷർ. ഒരു ഹിന്ദി സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള സിനിമയാണ്. മലയാളം എന്ന് പറയുന്നത് എൻറ്റിറ്റി വൈസ് വളരെ ചെറിയ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വലിയ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷേ ഒരു മലയാള സിനിമയെ ഒരു ഹോളിവുഡ് സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സിനിമയായിട്ടോ ഒന്നും താരതമ്യപ്പെടുത്താൻ പാടില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഒരു അക്കാഡമിക് ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അവരെക്കാട്ടിലൊക്കെ മുകളിലായി മാറുന്നു നമ്മൾ. അപ്പോൾ അത്തരം ഒരു ഭാഗ്യം നമുക്കുണ്ട്. വലിയൊരു ഫാൻസ് ക്ലബ് അസോസിയേഷൻ ഒക്കെ ഉള്ള ഒരു ആളാണ് ലാലേട്ടൻ. അപ്പോൾ അവരോടൊക്കെ ചേർന്ന് ചാരിറ്റി വർക്ക്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്രോജക്ട്സ് എന്താണ്? പുതിയ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ സിനിമ അതോ അല്ലാതെയോ? ചാരിറ്റി വർക്ക്സിൽ ഈ ഫാൻസ് അസോസിയേഷനുമായിട്ട് വളരെയധികം ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പരിചയമുള്ള ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. അവർ നമ്മളോട് ഒരു പക്ഷേ പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും അവർ വന്ന് നമ്മളെ കാണിക്കുന്നത്. അവരൊരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് പേർക്ക് വീൽ ചെയർ കൊടുക്കുന്നുണ്ട്, പഠിക്കാൻ കുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മളറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പുതിയതായിട്ട് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഇപ്പം വളരെ അടുത്ത കാലത്ത് പിന്നെ പേപ്പറിലൊക്കെ വന്നിട്ട് ഒരു ഫാമിലിക്ക് ഒരു വീടൊന്നുമില്ല, അവരൊരു പുറമ്പോക്ക് സ്ഥലത്തൊക്കെ താമസം, അവിടെ നിന്ന് അവരെ മാറ്റാനായിട്ട് ഒക്കെ പോയിട്ട് ഇവർ വേറൊരു സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുത്തു. അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അത് അറിയാതെ സംഭവിക്കുന്നതാണ്, അല്ലാതെ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവരടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നല്ല കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ലാലേട്ട ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള ആളാണല്ലോ ലാലേട്ടൻ. അപ്പോൾ ഇത്രയും ഈ തിരക്കിനിടയിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണേ? റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്ര പ്രയാസം. അതിനിടയിൽ തിരക്കെന്ന് പറയുന്നൊരു ഘടകമില്ലല്ലോ, അല്ലേ? നമ്മളൊരാളെ ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ സമയമെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഇത് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുമില്ല റിലേഷൻഷിപ്പ്, അങ്ങനല്ലേ? സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിന് എന്നെ നന്നായിട്ട് അറിയാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ അയാളെ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ചീത്ത എന്ന് പറയുന്ന ഒന്നുമില്ല, എല്ലാം നല്ലത് മാത്രമായിട്ട് മാറും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെയധികം സൗഹൃദം ഒരുപാട് ഉണ്ടെങ്കിലും സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ വരുന്നോ 2 പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരുപാട് പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കയ്യിലൊതുങ്ങാവുന്ന കുറേ സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. അവരുമായിട്ടൊക്കെ എല്ലാ ദിവസവും ചിലപ്പോൾ സംസാരിക്കും, ചില ദിവസം സംസാരിക്കാറില്ല, ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്താ എന്നെ വിളിക്കാത്തത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് വിളിക്കാതിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ അതൊരു മനഃപൂർവ്വം ഫോഴ്സ്ഡ് ആയിട്ടൊന്നും അല്ല സൗഹൃദം കൊണ്ടുപോകേണ്ടത്, അതറിയാതെ സംഭവിക്കേണ്ടതാണ്. അത് ഫുൾ ഇപ്പോൾ എന്താ പറയുക, സ്നേഹത്തിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ലവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫിയർ ഒന്നുമില്ല. അവിടെ വേറെ ഒരു പ്രശ്നം, അവിടെ ലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ സൗഹൃദത്തിൽ വേറെ പ്രശ്നങ്ങളുണ്ടാകേണ്ട കാര്യമില്ല. ലാലേട്ട, പൊതുവെ അമ്മമാർ സ്വാർത്ഥമതികളാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് സ്വന്തം മക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലാലേട്ടൻ ഈ ബിസി സ്കെഡ്യൂളിൽ ഈ ഷൂട്ടിങ്ങിലിടെ അമ്മയോടൊപ്പം ഓണം ആഘോഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? അതിന് സമയം കണ്ടെത്താറുണ്ടോ? എല്ലാ വർഷവും എൻ്റെ അമ്മയുടെ കൂടെയാണ് ഓണം ആഘോഷിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെയാണ്, അമ്മയായിട്ട് ഒരു
സമയം കണ്ടെത്തുക എന്ന് പറയുന്നത്, എനിക്ക് സമയമില്ലെന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. സമയം ഉണ്ടാക്കണം. നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇത്രയും അല്ലേ നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി എത്രയോ സമയം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത്, അയ്യോ എനിക്ക് സമയമില്ല, ഞാൻ വളരെ ബിസിയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാ വർഷവും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഓണം, പക്ഷേ ഇപ്രാവശ്യം ഒരു പക്ഷേ ഉണ്ടാവില്ല, എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, അമ്മയ്ക്ക് നമ്മളെ മനസ്സിലാകുക എന്നുള്ളതാണ്. പണ്ട് ഈ വെളിയിലുള്ള അല്ലെങ്കിൽ ഡൽഹിയിൽ, ബോംബെയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സമയമാണ് വീട്ടിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ വരികയും അമ്മയെ കാണുകയും ഓണം ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു റിച്വലായിട്ട് മാറുകയാണ് ഇന്ന. പക്ഷെ നമുക്കങ്ങനെയൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയെ കാണാം, അമ്മയുടെ കൂടെ നിന്ന് ഓണം ഉണ്ണാം എന്ന് പറയുന്നതാണ്. ഓണക്കാലത്ത് എപ്പോഴെങ്കിലും അമ്മയുടെ കൂടെ ഓണം ഉണ്ണാത്ത സമയം, അതായത് ഈ വർഷമാണെങ്കിലും അമ്മയുടെ കൂടെ ഓണം ഉണ്ണാൻ പറ്റാത്തപ്പം അമ്മയുടെ നിന്ന് ഒരു ചെറിയ വഴക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത്തരം കാര്യങ്ങളൊന്നും. ഇപ്പോൾ ഈ എൻ്റെ പ്രൊഫഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ അമ്മ വളരെയധികം ബ്ലെൻഡഡാണ്. ഇപ്പം എൻ്റെ നമ്മുടെ ഫാമിലി പോലെ തന്നെ അല്ലേ അമ്മയും ഒക്കെ. എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കോ ഒക്കെ മനസ്സിലാകുന്ന പോലെയാണ്. നമ്മുടെ തീർച്ചയായിട്ടും ഈ നമ്മൾ മനഃപൂർവ്വം ഓണത്തിൽ നിന്ന് മാറിയിരിക്കില്ല ഒരു കാര്യത്തിലും. അപ്പോൾ അത്തരം കാര്യമായതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഷൂട്ടിങ്ങിനാണ് ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാതെ മനഃപൂർവ്വം എന്നാൽ ശരി നാളെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ, എനിക്ക് നാളെ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. കാര്യം നാളെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാറും. അതിൽ എന്നേക്കാൾ ഉപരി അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഈ ഡേറ്റ് പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ചേച്ചിയും കുഞ്ഞുങ്ങളും ഒക്കെ ഓണത്തിന് അമ്മയോടൊപ്പം ഉണ്ടാവും, ലാലേട്ടനില്ലെങ്കിലും? ഇല്ല, എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിലാണ്. അവർക്ക് ഈ സമയത്ത് വെക്കേഷൻ ഇല്ലാത്ത സ്കൂളിലാണ്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാവും. ലാലേട്ടൻ ഒരുപാട് ഓണങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. ഒരുപാട് ഓണങ്ങളാ? ഇല്ല, ലാലേട്ടൻ്റെ കുഞ്ഞു മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാം ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയല്ലേ ഞാൻ ഒരുപാട് ഓണം ഉണ്ടാകും. ലാലേട്ടൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു ഓണം എന്ന് പറയാം? ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ സിനിമയിലെ ഓണം തന്നെ ആയിരിക്കാം. കാര്യം ഞാൻ പലയിടത്തും പറയുന്നുണ്ട്, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സമയത്ത് ഓണക്കാലത്ത് എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവിൻ്റെ വണ്ടിയിൽ തന്നെയാണ് ഞാൻ പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ചത്. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി, കാലൊക്കെ ഒടിഞ്ഞ്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അത്രയും കാലത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഓണം ഉണ്ടാകുന്നത്. ഇതൊക്കെ വീണ്ടും ആലോചിച്ചാൽ കിട്ടാവുന്നതാണ്. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും ഇത് പിന്നെ എപ്പോഴെങ്കിലും പറയണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഓണക്കാലം, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സങ്കടമുള്ളൊരു ഓണക്കാലമാണ്. കാര്യം ഞങ്ങളുടെ സിനിമയിലെ ഒരുപാട് സഹപ്രവർത്തകർ നമ്മളെ വിട്ടുപോയ ഒരു സമയമാണ്. ലോഹിതദാസ്, മുരളി, രാജൻ പി ദേവ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഓണത്തിന് അവരൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും നമുക്ക് ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതിൽ ഇത്തരം ആൾക്കാരുടെ വളരെ അടുത്ത കാലത്ത് തന്നെ ആയതുകൊണ്ടാണ് ഈ സമയത്ത് അവരെക്കുറിച്ചുള്ള ഒരുപാട് മാഗസീനുകളിലും അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ആ ഓർമ്മ ഇപ്പോഴും നമ്മുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ സങ്കടം ഉള്ളൊരു ഓണമാണ്. അല്ലാണ്ട് നമ്മൾ ആഘോഷങ്ങളുടെ സമയത്ത് ഇപ്പോൾ ബാല്യകാലത്തിലെ ആഘോഷങ്ങൾ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പമാണെങ്കിൽ കൗമാരത്തിൽ വരുന്നതിനും കൂട്ടുകാരോടൊപ്പമായിരിക്കും നമ്മൾ ആഘോഷങ്ങൾ പങ്കിടുന്നത്. യൗവനത്തിലെത്തുമ്പോൾ നമ്മൾ ഭാര്യയോടും മക്കളോടും ഒപ്പം ആഘോഷിക്കുന്നു. അപ്പോൾ ലാലേട്ടന് ഇങ്ങനെ ആഘോഷങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് മാതാപിതാക്കളെയാണോ, സുഹൃത്തുക്കളെയാണോ, കുടുംബത്തിനെയാണോ? അങ്ങനെ നമ്മൾ ഇതൊന്നും മിസ് ചെയ്യുന്നില്ലല്ലോ, അതാണ് ബേസിക്കായിട്ട്. ഇപ്പോൾ എന്താ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മിസ്സിങ്, എനിക്ക് ഓണം ഉണ്ണാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒരു മിസ്സിങ് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം നാളെ ഞാൻ എൻ്റെ യൂണിറ്റിൻ്റെ എൻ്റെ പിന്നെ കൂടെ അഭിനയിക്കുന്നവരും അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ അംഗങ്ങളോടൊക്കെ ആയിട്ട് ഞാനത് വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകും അല്ലേ. അല്ലാതെ എനിക്ക് അവിടെ പോയിട്ട് അയ്യോ ഞാൻ ഇരിക്കുന്ന എൻ്റെ അമ്മയുടെ കൂടെ ഓണം ഉണ്ണാൻ പറ്റിയില്ലോ എന്നൊരു സങ്കടത്തിലിരിക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ സങ്കടങ്ങൾ ആവശ്യമില്ലാതെ നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് സന്തോഷമായിട്ടിരുന്നാൽ പോരെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറേ ഇല്ല. പ്രണവ് ആണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ സിനിമയിലൂടെ നല്ല കഴിവുള്ള നടനാണെന്ന് തെളിയിച്ച ആളാണ്. അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ സിനിമയായ സാഗർ ഇലിയാസ് ജാക്കിയിലും ഒരു ഷോട്ടിൽ ലാലേട്ടൻ ഒരു ലുക്ക് തരുന്നത്, ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെറച്ചിൽ ലുക്ക് തരുന്ന ഒരു ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ പ്രണവ് നായകനാകുന്ന ഒരു സിനിമ വരുന്നു എന്നും ഇങ്ങനെ ന്യൂസ് വന്നു. അതുകൊണ്ട് ന്യൂസുകളാണ് കാര്യം. ഞാൻ ആ ചിത്രം ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയായിട്ട്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഷോട്ടിൽ
അദ്ദേഹത്തിന് ചേർക്കുന്നത്. എൻ്റെ മകന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവസാനം അവൻ സമ്മതിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത സിനിമ സംഭവിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു എഫേർട്ടൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. ലാലേട്ടൻ ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ ദുബായിൽ ആയിരുന്നു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു, ഒത്തിരി പ്രാവശ്യം വെളിനാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അമേരിക്കയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനിപ്പോഴും അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഞാനൊരു ക്രൂസ് അലാസ്ക വരെ പോയിട്ട് വരികയാണ്. അമേരിക്കയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഉള്ള സമയം മുതൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലാൽ അമേരിക്കയിൽ നിന്നുള്ള സിനിമ. ഏതാണ്ട് 83 മുതൽ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും അമേരിക്കയിൽ. ഞാനൊരു അമേരിക്കൻ മലയാളിയാണ്. ഓ, എവിടെയാണ്? ഞാൻ മിനസോട്ടയിലാണ് ശരിക്കും പഠിക്കുന്ന, കാലിഫോർണിയയിൽ. നാട്ടിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മാറ്റമല്ലേ. ഏറ്റവും എന്ത് വേണമെങ്കിലും പറയേണ്ടത് എന്താ, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നമുക്കിഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡിബേറ്റ്. എനിക്കിപ്പോൾ അമേരിക്ക ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അമേരിക്കയിൽ എത്താമെന്ന് പറഞ്ഞാൽ വളരെയധികം സമയം എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക്, അല്ലേ. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ എത്താം. ബോംബെ നിന്നൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ അമേരിക്ക ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച്, കാര്യം ഞങ്ങൾ ഈ ഇത്രയും വർഷം വളർന്ന നാട് തന്നെയാണ് നമുക്ക് കൂടുതൽ. അമേരിക്ക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ന്യൂയോർക്ക് നഗരത്തിലായിരുന്നു വളരെയധികം സമയം. ഏറ്റവും മോശമായ ഒരു നഗരമായിരുന്നു ന്യൂയോർക്ക്. പക്ഷേ അതെല്ലാം മാറിയിട്ട് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസാക്കി അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ. അപ്പം ഒരുപാട് ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സ്ഥലമായിരിക്കാം. ഇപ്പോൾ അതുപോലെ ആൾക്കാർക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലമാണ്. അതേ പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ. അതെ, ഏറ്റവും വലിയ. അതായത് ഇവിടെ വന്നിട്ട് മിസ് കേരള ഫെസ്റ്റ് വാങ്ങിച്ചിട്ട് അമേരിക്കയിൽ താമസിക്കണമെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണോ ഇനി അങ്ങനെ പറഞ്ഞതെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്? അറിയാൻ പറ്റില്ലല്ലോ. ഞാനൊരു നിങ്ങളുടെ എന്താണ് പറയേണ്ടത്, മിസ് കേരള കിട്ടിയോണ്ട് പറയാം. ഞാൻ ഏഷ്യ അങ്ങനെ മിസ് അമേരിക്ക ആയിരുന്നു ഒരു കുട്ടിയോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പാർവതി മെൽട്ടൺ. ഹെലോയിലെ നായിക. ഷിവാസ് അവിടുത്തെ മിസ് അമേരിക്കയിൽ കിട്ടിയ ആളാണ്, ഏഷ്യൻ ഇതിൽ. ഇപ്പോഴല്ല, 2-3-4 വർഷം മുമ്പ്. മിസ് ഏഷ്യ പസഫിക് അങ്ങനെ എന്തോ ഉണ്ടോ? മിസ് ഏഷ്യ പസഫിക് അല്ല, എനിക്ക് തോന്നുന്നു മിസ് മലേഷ്യ, മിസ് ഇന്ത്യ അമേരിക്കയിലാണ് അവർ അമേരിക്ക താമസിക്കുന്ന കുട്ടിയാണ്. അമേരിക്കൻ യാത്രകൾക്കിടയിൽ അല്ലെങ്കിൽ വെളിനാട്ടിലെ യാത്രകൾക്കിടയിൽ എന്തെങ്കിലും ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് പ്രേക്ഷകരോട് പങ്കിടുക. എത്രയോ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് മാഗസിനുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, അല്ലേ. എന്നാലും കേൾക്കാത്ത ഒരു രസകരമായ ഒരു അനുഭവം ഇപ്പോഴത്തെ യാത്രയിൽ എന്തെങ്കിലും? ഈ യാത്രയൊക്കെ വളരെ നല്ലതായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഒരു ക്രൂസിലാണ് പോയത്. ഞാൻ സിയാറ്റിൽ നിന്ന് അലാസ്ക വരെ പോയി, തിരിച്ച് സിയാറ്റിൽ വന്നിട്ട് ന്യൂയോർക്കിൽ വന്നിട്ട് തിരിച്ചു വന്നു. അപ്പം അതിനിടയിൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ കാര്യമായാലും പറയാം. അതായത് വളരെ കാലം ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു സ്ത്രീയായിട്ടാണ് ജീവിച്ചതെന്ന് പറയും. കാര്യം എൻ്റെ പാസ്പോർട്ടിൽ മോഹൻലാൽ നെയിം, സെക്സ് എന്നുള്ളതിൽ F ആണ് ഇട്ടിരുന്നത്. എന്നാൽ ഫീമെയിലായിട്ടായിരുന്നു. അത് ഇറ്റ്സ് എ മേജർ മിസ്റ്റേക്ക്, അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ വളരെ കാലത്തിന് ശേഷം ഒരാളാണ് കണ്ടുപിടിച്ചത്. അയാൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞു യെസ്, അയാളിങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു സോറി, ഇത് മെയിൽ. അതുകൊണ്ട് ഇറ്റ്സ് എ മേജർ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു ബട്ട് ഐ എം എ മെയിൽ. അപ്പോൾ വളരെ കാലം, ആരും പറയണ്ട, വളരെ കാലം ഞാനൊരു സ്ത്രീയായിട്ടാണ് കുറേ രാജ്യങ്ങളിൽ ജീവിച്ചത്. ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകളുടെ മനസ്സിലെ ആരാധ്യപുരുഷനായതുകൊണ്ടാവാം അങ്ങനെ ഒരു ഇത് M മാറി F ആയ. ലാലേട്ടൻ ഇപ്പോൾ ട്രെൻഡുകൾ മാറിക്കൊണ്ട് വരികയാണല്ലോ ഓരോ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമുക്കറിയാം 6 പാക്കിൻ്റെ ട്രെൻഡാണ്. ഷാറുഖ് ഖാനും ആമിർ ഖാനും സൂര്യയും ഒക്കെ അടിച്ച് 6 പാക്കാക്കി അതാണ് പൗരുഷത്തിൻ്റെ പ്രതീകമെന്നൊരു കൺസെപ്റ്റിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരിക എന്നൊരു കാലഘട്ടമാണത്. അവരെല്ലാം എല്ലാ നായകന്മാരും ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ലാലേട്ടൻ ഈ ഫിറ്റ്നസ്സിനൊന്നും അധികം കെയർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇനി അതിലേക്ക് പോകണോ? ഇത്രയും കാലം നമ്മൾ ഈ ഗ്ലാമർ എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, ബോഡി ഫിറ്റ്നസ് പറഞ്ഞാൽ പെട്ടെന്ന് ഇവർക്കറിയാം നമ്മുടെ ബോഡിക്കകത്തുള്ള ഫാറ്റിൻ്റെ ഒരു കണ്ടൻറ്റ് -12 എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാലേ ഈ 6 പാക്കൊക്കെ വെളിയിൽ കാണത്തുള്ളൂ. അതൊന്നും വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെയല്ല, അല്ലാതെ ഒരുപാട് പേര്
ആവശ്യമില്ലാത്ത ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ശരീരത്തിന് ഒരു അളവ് വരെ ഇപ്പോൾ തെങ്ങിൽ കയറുന്ന ഒരാൾ എന്ന് പറയുന്ന ആളാണ് സിക്സ് പാക്ക്. കാരണം കഴിഞ്ഞാൽ അവൻ്റെ ഫാറ്റും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാന്ന് പറയാനായിട്ട് ഒരുപാട് മരുന്നുകൾ ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് ചിലപ്പോൾ ഒരുപാട് പക്ഷേ വളരെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നാളെ സിക്സ് പാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു വർഷം ഇരുന്ന് ജോലി ചെയ്താൽ പറ്റും. പിന്നെ എന്തിന് വെറുതെ ഇനി സിക്സ് പാക്ക് ഉള്ള പാക്ക് വെച്ചിട്ട് മര്യാദയ്ക്ക് 6 അല്ല നമുക്ക് 8 ഉണ്ടാക്കാം. 8 ഉണ്ടാവും. പക്ഷേ ബേസിക്കായിട്ട് നമ്മുടെ ഐ പ്രിഫർ അകത്തുള്ള ഹെൽത്തിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊരു എക്സ്ക്യൂസായിട്ട് പറയുന്നതല്ല. നമ്മുടെ അകത്ത് ഇതിനെ പുറത്തേക്കാട്ടിലും അകം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ ഹെൽത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരം അങ്ങനെ നോക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആവശ്യത്തിന് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ആവശ്യമില്ലാതൊക്കെ ഇനിയും ഈ പ്രായത്തിലൊക്കെ പോയിട്ട് ചെയ്തിട്ട് വല്ല കുഴപ്പം ഉണ്ടാകേണ്ട കാര്യം ഉണ്ടാവും ഇല്ല. നിങ്ങൾക്ക് 6 പാക്സ് ഉണ്ടാക്കാം. അതല്ല ലാലേട്ട, ഒരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം 6 പാക്ക് മസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ശരീര സൗന്ദര്യമാണ് അതിൻ്റെ ഘടകം എന്ന് പറയാം. പക്ഷേ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായിട്ട് തീർച്ചയായിട്ടും ഇത്തരം എക്സസൈസുകൾ ആവശ്യമാണ്. കോൺസെൻട്രേഷനും അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ് ആവശ്യമാണ്. പക്ഷേ ഞാനൊക്കെ വളർന്ന സമയമെന്ന് പറയുന്നത് മലയാള സിനിമയിൽ അത്തരം കാര്യങ്ങളൊന്നും, കാര്യം നമുക്കൊരു പ്രോപ്പർ നല്ല ഹെൽത്ത് ക്ലബ്ബ് ഇല്ല, ഒരു ജിംനേഷ്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരില്ല. നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളോ കാര്യങ്ങളോ കണ്ടിട്ടാണല്ലോ. ഇപ്പോഴും ഒരു പക്ഷേ നമ്മളൊരു ഹെൽത്ത് ക്ലബ്ബിൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 10 വർഷം പുറകിലുള്ള മെഷീൻസാണ്. അതിന് പ്രോപ്പർ മെഷീൻ ആകണം. അത് ആ മെഷീൻസ് നമ്മളെ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാകണം. അല്ലെങ്കിൽ മസിൽസിനൊക്കെ കുഴപ്പമാവും. ഒരു വെയിറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ വെയിറ്റ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ വലത്ത് വശത്തെ സാധനം കറക്റ്റും ഇടത്ത് വശമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാം. കാര്യം ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു മെഷീൻ വെച്ചിട്ട്. അപ്പോൾ അതിനെ പറഞ്ഞു തരാൻ നല്ല ആൾക്കാർ വേണം അല്ലേ. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് പറഞ്ഞു തരാൻ വേണം. എന്ത് ഭക്ഷണം കഴിക്കാം, എന്ത് ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് പറയുന്നത്, അങ്ങനെ അതൊരു വലിയ ഒരു ശാസ്ത്രമാണ്. അത്തരം തീർച്ചയായിട്ടും ഇവർക്കൊക്കെ അതാവാം കാര്യം, അല്ലെങ്കിൽ ഹിന്ദി സിനിമയിലൊക്കെ ഇവർക്കൊക്കെ ഇനി ആവാം. നമ്മൾ ഇനി ഇത്തരം കാര്യങ്ങൾ അല്ലേ. ലാലേട്ടൻ ഈ നാച്ചുറാലിറ്റിയുടെ ആളായതുകൊണ്ടാവാം. അല്ല, അതുകൊണ്ടായിരിക്കും ഇനിയിപ്പം എന്ന് പറയുന്നത് ഇനിയാണ് കൂടുതൽ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ മോർ ദാൻ മസിൽസ്, ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ്. അല്ലെന്നും പറയാം, ആണെന്നും പറയാം. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പറഞ്ഞാൽ തന്നെ ആ കാലഘട്ടത്തിൽ ലാലേട്ടനൊക്കെ സിനിമയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ജിമ്മുകളില്ല, പക്ഷേ കളികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിലൂടെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളി, പിന്നെ അത്യാവശ്യം കുങ്ഫു, ബോക്സിങ് അല്ലേ, റെസ്ലിങ്ങിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കായിക വിനോദങ്ങളിലൂടെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ കണ്ടു പഴയ ക്രിക്കറ്റ് ടീമിനെ നിങ്ങൾ ഉദ്ധരിക്കുന്നതായിട്ട്. ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാനായിട്ട് കേരളത്തിൻ്റെ അഭിമാനമാകുന്ന ഒരു ടീമിനെ വളർത്തിയിരുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയായോ? അല്ല, അത്തരം ഒരു ന്യൂസുകൾ വന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ആൾക്കാർ അതിൻ്റെ പുറകിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കറക്റ്റ് കാര്യം പറയാനുള്ള സമയമായിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടാകാം, ഒരു പക്ഷേ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ഒരുപാട് പേര് അതിനെ സഹായിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആകുന്ന സമയത്തെ അത് പറയാൻ പറ്റും. ലാലേട്ടന് ഈ ഓണത്തിൽ ഇഷ്ടപ്പെട്ട കറികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പായസം ഏതാണ്, ഫേവറേറ്റ് ഡിഷ് ഏതാണ്? പായസം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നന്നായിരിക്കട്ടെ പാൽപ്പായസമാണ്. മധുരമുള്ള അതിൻ്റെ ഉത്തരം തന്നെ ആയിക്കോട്ടെ അല്ലേ, പാൽപ്പായസം. ഏറ്റവും മധുരം, പാലിൻ്റെ മധുരം അധികം. അതെ, ലാലേട്ടൻ നല്ലൊരു കുക്ക് കൂടിയാണ്. ആര് പറഞ്ഞു? ഞങ്ങൾ വായിച്ചറിഞ്ഞു. അത് ഏതായാലും അത് നേരിട്ടറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ പുസ്തകങ്ങളിലൂടെയും മീഡിയകളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ലാലേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് എന്നുള്ളത്. ഈ ഓണം സ്പെഷ്യലായിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ഞാൻ അമേരിക്കയിലൊക്കെ ഒരുപാട് കുക്ക് ചെയ്യായിരുന്നു. എന്തെങ്കിലും വ്യൂവേഴ്സിന് മോഹൻലാൽ ടേസ്റ്റ് ബഡ് അല്ല അങ്ങനെ, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇമ്പ്രവൈസേഷനിലാണ്. അത് രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ആദ്യം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അതെങ്ങനെയെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കും. അത് അവസാനം അതിൻ്റെ ഒരു ഫിനാലെ എന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കുക്ക് ചെയ്തു ഞാൻ. വെജിറ്റേറിയൻ കുക്ക് ചെയ്തു, നോൺ വെജിറ്റേറിയൻ കുക്ക് ചെയ്തു. അത് ചിലപ്പോൾ ഒരു പ്രത്യേക ഒരു ലഹരിയാണ് ആ സമയത്ത്. അപ്പം സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ചേർന്ന് നമുക്കൊരു നല്ല ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങും. അല്ലാതെ നല്ലൊരു കുക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു കുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരിക്കും.
പിന്നെ അത് എൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണ്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആരെയും കയറ്റൊന്നുമില്ല. രണ്ടാമത് അതെങ്ങനെ കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. അപ്പം അതൊരു ഒരിക്കലും അതിൽ ചേർക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്തൊരു സാധനം എന്നുള്ള ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഒരു പ്രത്യേക സ്വാദായിരിക്കും. ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചത് അമ്മയുടെ എന്തെങ്കിലും ആണോ? അല്ലല്ല, ഞാൻ തനിച്ചത് തീർച്ചയായിട്ടും നമ്മളല്ലേ ഇപ്പോൾ ഈ ഒരു പക്ഷേ അമ്മയുടെ അമ്മൂമ്മയുടെ അല്ലെ അവരുടെയൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഓറയിൽ കിടന്നാണ് ഞങ്ങളൊക്കെ വളർന്നത് അല്ലേ. നാട്ടിൻ പുറത്ത് ആ സമയത്തോ അല്ലെങ്കിൽ ഈ ഓണ സമയത്തൊക്കെ നാട്ടിൽ പോകുന്ന അപ്പോൾ ഒരു കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അത്തരം ഒരു ഓർമ്മകളിൽ നിന്നായിരിക്കാം ഇത്തരം കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടിക്കാലത്തെ അമ്മ സഹായിക്കാറുണ്ടായിരുന്നോ അടുക്കളയിൽ? അതൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ വീട്ടിലുള്ള സമയത്ത് തീർച്ചയായിട്ടും അമ്മ അല്ലെങ്കിൽ പോയിട്ട് അവരുടെ കൂടെ ഇരിക്കുക, ദോശ ഇടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ സിനിമയിൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് നന്നായിരുന്നു അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ അഭിനയത്തിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മുടെ വേഷത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതിയിലോ നമ്മുടെ ആഹാരത്തിലൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യും. ലാലേട്ടൻ ഒരുപാട് മൂവീസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഡിറക്ഷൻ ഫീൽഡിലേക്ക് മൂവ് ചെയ്യണം, അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് മൈൻഡിലുണ്ട് അതെനിക്കൊരു ഡയറക്റ്റ് ചെയ്യണം, ഒരു ഡയറക്ടർ ആവണം, എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്? ഇതെല്ലാം വ്യത്യസ്തമായ ഫീൽഡാണ്. അഭിനയിക്കുന്ന പോലെയല്ല സ്ക്രിപ്റ്റ് എഴുതുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെയല്ല ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് മുഴുവൻ ഇരുന്ന് പഠിച്ച് തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ അടുത്തൊരു സോങ് എടുക്കാമോ അല്ലെങ്കിൽ ഒരു സീൻ എടുക്കാമോ ഒരു ആക്ഷൻ എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെടുക്കാൻ പറ്റും. കാര്യം എനിക്ക് അത്രയും സിനിമകൾ ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ ഒരു സിനിമ എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, വേണോ വേണ്ടോ. കാര്യം ആ ടോട്ടാലിറ്റി കൺസീവ് ചെയ്യുക, ആ സിനിമ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക. ഇത് ഇപ്പോൾ ഒരു പുസ്തകമാണ് ഞാൻ എഴുതുന്നതെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരാളേ ഉള്ളൂ, ഒരു വായനക്കാരൻ തുറന്ന് പിടിച്ചൊരു പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളേ ഉള്ളൂ. പക്ഷേ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ പോവാണ്. അപ്പോൾ അത്തരം ആൾക്കാരിലേക്ക് ഈ സിനിമ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന മുൻവിധി ധാരാളം ഉണ്ടായി. ഒരു സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്ത് പിന്നെ അതിന് വലിയൊരു ഗ്രാമറുണ്ട്. ഇപ്പോൾ ഡയറക്റ്റഡ് ബൈ എന്ന് എഴുതി കാണിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ആ സിനിമ അതിൻ്റെ പുറകിൽ വലിയൊരു ജോലിയാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ഷോട്ട് ഒരു കുറച്ച് കൂടുതലായി പോയി കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു റിതം പോവും. പക്ഷേ നല്ല സിനിമയാണ്, പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ കുഴപ്പമെന്ന് പറയുന്നത് ഇത്തരമായ കാര്യങ്ങളാണ്. അവരിലേക്ക് ഇതൊരു ഭയങ്കര പ്രിസിഷൻ്റെ ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം സംവിധാനം ചെയ്തേക്കാം, ഒരു പക്ഷേ ചെയ്യാതിരിക്കാം. ഇറ്റ്സ് എ ഡിബേറ്റ്. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നില്ല. കുറച്ച് നാളിലൂടെ അഭിനയിച്ചോട്ടെ ഞാൻ. ലാലേട്ടൻ പറഞ്ഞല്ലോ, ഈ അനുഭവങ്ങളാണ് ചില സീനുകൾ ചെയ്യുമ്പോൾ വളരെ നന്നായി എന്ന് തോന്നിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഉദാഹരണം നാടോടിക്കാറ്റ് എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന വളരെ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു വീട്ടിലെ ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന യാതനകളുടെ കഥ പറയുന്ന സിനിമയാണ്. അതിനകത്ത് നായികയുടെ വീട്ടിൽ പോയിട്ട് മണ്ണെണ്ണ വാങ്ങാൻ വന്നിട്ട് അയ്യോ അരി വാങ്ങാൻ വന്ന് മറന്നുപോയി എന്ന് പറയുന്ന വളരെ എളിമയോടെ സംസാരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പം തന്നെ പിണ്ണാക്ക് ഞാൻ തിന്നാൻ മറന്നുപോയി, അതാ ഞാൻ നോക്കിയിട്ട് കാണാഞ്ഞെന്നൊക്കെ വളരെ തമാശ രീതി പറയുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ ജീവിതത്തിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ അറിയാം, ലാലേട്ടൻ അത്തരത്തിലുള്ള ദാരിദ്ര്യത്തിലൂടെ ഒന്നും കടന്നുപോയ വ്യക്തിയല്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് അത്തരത്തിൽ അനുഭവങ്ങളില്ലാതെ തന്നെ ഇത്തരം കഥാപാത്രങ്ങളെ അത്രയും ഗംഭീരമാക്കാൻ എങ്ങനെ സാധിച്ചു? അല്ല, അതാണ് പറയുന്നത്, ഒരു മാജിക് ഇഫ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഇഫ് ഐ വെയർ ഇൻ ദാറ്റ് പൊസിഷൻ ഹൗ വിൽ ഐ റിയാക്ട് അല്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഞാനായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ളൊരു പൊസിഷനെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അതിന് പ്രതികരിക്കും. അതാണ് ആക്ടിങ്ങിൻ്റെയൊക്കെ ഒരു തിയറി എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം നമുക്ക് അറിഞ്ഞുകൂടാ അതല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ, ഞാൻ തൊറാസിക് സർജനായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ലല്ലോ. സോ അത് നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളായിട്ട് അൽഷിമേഴ്സ് പേഷ്യൻ്റായിട്ട് അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ ഒരു മനോരോഗിയായിട്ട്. അപ്പം നമ്മളതിന് ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ അതിൻ്റെ സംവിധായകൻ, നമ്മുടെ കൊളീഗ്സ്, അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സിനിമയിൽ ഇത് ശരിയല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മളറിയാൻ ഒരുപാട് പേര് നമ്മൾ എന്താണ് പറയേണ്ടത് കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്പോൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇതൊന്നുമില്ലാതെ വഴിയോരത്ത് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഒക്കെ നമ്മുടെ മെമ്മറി ബാങ്കിൽ അറിയാതെ ചിലപ്പോൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതെപ്പോഴെങ്കിലും ഒരു സിനിമയിൽ വരുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവും.